അപ്പൊ ഈ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്രുചേട്ടനും പിഷാരടിച്ചേട്ടനും കൂടെ പോയിട്ട് പറയണം, ചേട്ടാ 2 ചായ 1 വട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചായ കൊടുത്തിരുമ്പോൾ പുള്ളി വെള്ളം കോരിക്കൊണ്ട് വരും. വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വെള്ളം വെക്കുമ്പോഴേ നിങ്ങൾ ചേട്ടാ 1 വട കൂടെ, ഈ വെള്ളം അപ്പം കമത്തിക്കളയും. അങ്ങനെ ഈ വെള്ളം കമത്തി അവിടെ നിന്ന് വാഴ കൊലച്ചു. ആ കൊല വെച്ചിട്ട് പുള്ളി പഴംപൊരി ഉണ്ടാക്കി വിറ്റ് കുറേ കാശ് വേറെ ഉണ്ടാക്കി. അപ്പം അങ്ങനെ ഈ പുള്ളിയുടെ മകൻ ദിവസം പറഞ്ഞു, അച്ഛാ ഞാനൊരു മറ്റേ പൈപ്പ് കണക്ഷൻ എടുത്ത് തരട്ടെ അച്ഛന്, എന്തിനാണ് ഈ വയസ്സാം കാലത്ത് വെള്ളം കോരണത്? പുള്ളി പറഞ്ഞ മറുപടി എന്താ അറിയോ, ഈ വെള്ളം കോരി ചായക്കട നടത്തിയാണ് നിന്റെ അമ്മേനെ ഞാൻ ഇതുവരെ നോക്കിയത്. ഇനി ഈ വയസ്സാം കാലത്ത് നീ എന്നെ കുത്തുവാളെടുപ്പിക്കാനാണ് വന്നേക്കണത്. ഞാൻ മരണം വരെ വെള്ളം കോരും. അങ്ങനെ മരണം വരെ വെള്ളം കോരി ഗിന്നസ് ബുക്കിൽ പേരെടുക്കാനാണ് പുള്ളി നിൽക്കുന്നത്. എൻ്റെ വീടിനടുത്ത് ഒരു വീടുണ്ട്. അവിടെ കുറച്ച് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തൊരു വീടുണ്ട്. അതിൻ്റെ ജനലിൽ കൂടെ നോക്കിയൊരു പറമ്പുണ്ട്. ഈ പറമ്പിൽ ഇവിടെ വീടും ഇവിടെ കിണറുവാ. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ 3-4 പേര് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം. അപ്പോൾ സ്ഥിരം ഈ വീട്ടിൽ നിന്നൊരു പുള്ളി നടന്നു പോയി ഇവിടുന്ന് വെള്ളം കോരി 2 കുടം എടുത്ത് തല വെച്ച് അങ്ങോട്ട് 2 കയ്യിലും കുടം പിടിച്ചിട്ട് ഇങ്ങനെ പത്തക്കം അങ്ങോട്ട് പോവും, ഇങ്ങോട്ടൊരു അവിടെയോട്ടൊരു കിണർ കുത്തുകയില്ല, ഇവിടുന്നൊരു മോട്ടർ എടുത്ത് അങ്ങോട്ട് വലിക്കുകയില്ല. ഈ യാത്രയും വെള്ളം കോരലെന്ന് പറയുന്നത് സ്ഥിരം. ഒരു വീട്ടിൽ വെള്ളത്തിൻ്റെ ചിലവ് ചില്ലറ ചിലവാണ്. എന്തോരം തവണയാണ് വെള്ളം കോരിക്കൊണ്ട് പോകുന്നതെന്നുള്ളത്. അത്രയും വെള്ളം കോരി പോകുന്ന ഒരാളുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ ലേസർ ടോർച്ച് എന്ന് പറഞ്ഞ ടോർച്ച് ഇറങ്ങി. ഈ ലേസർ ടോർച്ചിന് ഈ ബീമില്ലല്ലോ, കാണൂല. ഇത് അടിച്ചു പിടിച്ചാൽ മേത്തല്ല ഇത് കാണൂല, എവിടെയൊന്നും കാണത്തില്ല. അപ്പോൾ ഈ പോകുന്ന പറമ്പിൽ കപ്പയും വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി വെള്ളം കോരാൻ പോയിട്ട് 2 കയ്യിൽ കുടവും വെള്ളമായിട്ട് ഇങ്ങനെ വരുമ്പം ഞാൻ ഈ ലേസർ ടോർച്ച് പതുക്കെ പുള്ളിയുടെ മുന്നിൽ കൂടെ ജനലിൽ കൂടെ നിന്ന് അടിച്ചു വിട്ട്. പുള്ളി പെട്ടെന്ന് നിന്ന് ഒരു ചുമല സാധനം പോണ കണ്ടിട്ട് പിന്നെ നോക്കി വന്നപ്പോൾ ഞാൻ 2ാമത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മുന്നിൽ കൂടെ അടിച്ചു. പുള്ളി എന്ന് ഞാൻ കാണിച്ച് അങ്ങോട്ട് പോയി. പിന്നെ അത് 2-3 പ്രാവശ്യം ഞാൻ ഇങ്ങനെ അടിച്ച് ഞാൻ ഒരു സ്പോട്ടിൽ ഇത് അടിച്ചു പിടിച്ചിട്ട് പിന്നെ പറപ്പിക്കും. പുള്ളി ഒരു കപ്പയുടെ കോലും ഓടിച്ച്. ഞാനിത് അടിക്കണ വഴിയൊക്കെ അതിൻ്റെ പുറകെ നടന്ന് കട്ട ഈ കപ്പക്കോലോട്ട് ഇതിനെ അടിച്ച് പുള്ളി പുറകെ അടിച്ച്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഈ ലേസർ ടോർച്ച് ഇങ്ങനെ അടിച്ച് പിടിച്ചപ്പം 1 കുടം വെള്ളം പുള്ളി അങ്ങോട്ട് കമത്തി കളഞ്ഞു. എന്നിട്ട് ആ കുടം കൊണ്ടുവന്നിട്ട് ഈ സാധനത്തിനെ ഒറ്റ പൊത്തി. എന്നിട്ട് ഈ വെള്ളമുള്ള കുടം എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് പുള്ളി. എന്നിട്ട് വീട്ടിട്ട് പോയി. വീട്ടിൽ പോയിട്ട് മക്കളെല്ലാം ബിജു ജോജി എന്നൊക്കെ കുറേ മക്കളുണ്ട്, ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ വരുമ്പോൾ മക്കളുടെ കയ്യിൽ മടലും വെട്ടുകത്തിയൊക്കെ ഉണ്ട്. ഒരുത്തൻ്റെ കയ്യിൽ 2 പേരും കൂടെ വന്നേക്കോ. എൻ്റെ പുള്ളി അവിടെ നിന്ന് കോമ്പോസിങ്ങാണ്. ഒരു കാര്യം ചെയ്യും, ഞാനിത് പോക്കും അപ്പം അടിച്ചു പോകണം. പിന്നെ പൊക്കിയിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ പറയരുത്. കഴിഞ്ഞിട്ട് മക്കളെ അടിക്കാനായിട്ട് ബിജുവൊക്കെ ഞാൻ നോക്കുമ്പോൾ തൂമ്പക്കൈയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നു. ഞാനിത് ജനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പുള്ളി ഒരൊറ്റ പൊക്കി അടിയും വേണ്ടി സാധനവും കാണാനില്ല. പുള്ളി കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിയുടെ മോനോട് പറയുക, ഞാനേ ഒരു രത്നവണ്ടിനെ ഇവിടെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു, അത് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലെന്ന്.